മാംഗല്യം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. അയ്യോ അരി, പീസ്. കണ്ണുനെ തല്ലണ്ട, പീസ് അരി. കണ്ണുനെ കൊള്ളല്ലേ, കണ്ണു പാവരി. പീസ് തല്ലല്ലേ. കുഞ്ഞിപ്പെണ്ണിന്റെ വലിയ വായിലുള്ള കാർച്ച കേട്ടുകൊണ്ടാണ് ഹരിയും മണിക്കുട്ടിയും പിടഞ്ഞുകൊണ്ട് രണ്ടു വശത്തേക്ക് ഞെട്ടിമാറിയത്. നോക്കുമ്പോൾ അടുക്കള വാതിലിൽ കൂടി കുഞ്ഞിപ്പെണ്ണ് ഓടി വന്ന് ഹരിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കണ്ണു, ഓടി രക്ഷപ്പെട്ടോ. ഓച്ചോ, നാ അരിയെ പീച്ചിട്ടുണ്ട്, ഓടിപ്പോക്കോ. തന്റെ കാലിൽ വട്ടം ചുറ്റിപ്പിടിച്ച് കുഞ്ഞിപ്പെണ്ണ് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്ന കേട്ട് ഹരി അന്തം വിട്ടു നിന്നുപോയി. പൊന്നാ, കുഞ്ഞെ, എന്താ മോളെ? കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിലും കാറിലും ഒക്കെ കേട്ട് വിരണ്ടു പോയവൾ തന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മോളെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണു, ഓച്ചോ, രക്ഷപ്പെട്ടോ, ആരി, അയ്യോ. 2-3 തവണ കുഞ്ഞിപ്പെണ്ണിന്റെ വായിൽ നിന്നും ഈ കൊല്ലം കൊല്ലം എന്നുള്ള വാക്ക് കേട്ടതും അതുവരെ ഇല്ലാതിരുന്നൊരു പകുപ്പ് മാറി ഹരി കുഞ്ഞിനെ കാലിൽ നിന്നും വലിച്ചെടുത്തു. പൂവേ, എന്താ മോളെ? വലിച്ചെടുത്ത കുഞ്ഞിനെ മെല്ലെ ഒന്ന് കുലുക്കി ഹരി ചോദിക്കുമ്പോഴും അവിടെ ഒരുത്തി കണ്ണിറുക്കി പിടിച്ചാണ് കരയുന്നത്. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണിനേക്കാൾ കൂടുതൽ മുന്നിൽ നിൽക്കുന്നവൾ കരയാൻ തുടങ്ങി. ഇവളെ ഇന്ന് ഞാൻ. മണിക്കുട്ടിയെ നോക്കി ഒന്ന് കടുപ്പിച്ചുകൊണ്ട് പറയാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് അവനത് നിർത്തി മോളെ വേഗം കൊണ്ടുപോയി വാഷ് ബേസിന്റെ അരികിലേക്ക് നിർത്തി മുഖം കഴിയിച്ചു. പൂവേ, മോളെ കണ്ണു തുറക്ക്. ദേ നോക്കിയേ, നിന്റെ കണ്ണു ഇവിടെ നിൽപ്പുണ്ട്. പൂവേ, പൊന്നു കണ്ണു തുറന്നേ, ഞാൻ ഇവിടെ ഉണ്ട് കുഞ്ഞാ. തന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ റാഞ്ചിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പെണ്ണ് കരഞ്ഞതും കുഞ്ഞിപ്പൂവ് മെല്ലെ കണ്ണു തുറന്നു. കണ്ണു. കൺമണിയെ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് ആ കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ചു. എന്താ പൊന്നാ, എന്തിനാ അമ്മയുടെ കുഞ്ഞ് കരയുന്നത്? അവളുടെ 2 കവിളും തുടച്ചുകൊണ്ട് മണിക്കുട്ടി ചോദിച്ചതും മോളെ എടുക്കാനായി കൈ നീട്ടിയവന്റെ ഹൃദയം ഒന്ന് വിറച്ചു. അത് നാ പേച്ചുപോയി കണ്ണു. അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞതും ഹരി കുറച്ചു മുന്നേ കേട്ട അവളുടെ വാചകത്തിൽ കുരുങ്ങി അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. എന്തിനിപ്പാ കണ്ണുന്റെ കുഞ്ഞിപ്പാത്തു പേടിച്ചു പോയേ? അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു നിർത്തി മുഖം കഴുകിയ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്കുന്നതിനിടയിൽ അവൾ വീണ്ടും ചോദിച്ചു. അത് നാ സ്വപ്നം കണ്ടു. സ്വപ്നമോ? എന്ത് സ്വപ്നം? അവളെ കൊണ്ടുപോയി പാതകത്തിലേക്ക് ഇരുത്തും വഴി കാര്യമായി കഥ പറയുന്നവളുടെ മുഖത്ത് നോക്കി മണിക്കുട്ടിയുടെ കണ്ണ് ചെറുകി. അത് നമ്മൾ കാർട്ടൂൺ കണ്ടില്ലേ, അതിലെ രാക്ഷസൻ ആ ആന്റിനെ ഞെക്കിപ്പൊട്ടിച്ച് തല്ലിയില്ലേ? തലേന്ന് താങ്കൾ ഒരുമിച്ച് കണ്ട കാർട്ടൂണിലെ കഥയാണ് പെണ്ണ് പറയുന്നതെന്ന് മനസ്സിലായതും മണിക്കുട്ടിയുടെ മുഖം അയഞ്ഞു. അതിന്? അവൾ ചോദിക്കെ കുഞ്ഞിപ്പെണ്ണ് മുന്നിൽ നിൽക്കുന്ന ഹരിയെ ഇടം കണ്ടിട്ടൊന്ന് നോക്കി. പറയടാ പൊന്നോ. അവരെ നോക്കാതെ പാതകത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന തന്നെ അച്ഛന്റെയും മോളുടെയും ഈ നോട്ടം മണിക്കുട്ടി കണ്ടില്ല. അപ്പോ നാ കൈതി അരി കണ്ണുനെ ഞെക്കി പൊത്തിച്ച് തല്ലാൻ നോക്കുന്ന രാക്ഷസനാന്ന്. കുഞ്ഞിപ്പെണ്ണ് മുന്നിൽ നിൽക്കുന്ന ഹരിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അതുവരെ അവളെ കേട്ടുകൊണ്ടിരുന്ന മണിക്കുട്ടി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. അതേസമയം തന്റെ മുഖത്ത് നോക്കി രാക്ഷസനെന്ന് വിളിച്ചിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂവിനെ കണ്ട് ഹരിയുടെ പതറിച്ച മാറി അവിടെ ഞെട്ടലായി. പക്ഷെ അത് മാറി ദേഷ്യമാകാൻ മണിക്കുട്ടിയുടെ ആ ചിരി തന്നെ ധാരാളമായിരുന്നു. അവളെ ഒന്ന് ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ പാതകത്തിനരികിലിരിക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നു. നിന്റെ അപ്പനാന്നോടി നിനക്ക് രാക്ഷസൻ? ഇത്തിരി കലിപ്പോടെ ചെന്നതും പൂവ് അവനെ നോക്കി കുറച്ചുകൂടി വൃത്തിയായിട്ട് അങ്ങ് ചിരിച്ചു കൊടുത്തു. സോപ്പിടാൻ അതേ മാർഗമുള്ളൂന്ന് കുഞ്ഞിപ്പെണ്ണിനറിയാം. സോറി അരി, അത് ചൊപ്പനല്ലേ. അടുക്കളയ്ക്ക് വന്നവന്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ച് അവള് കൊഞ്ചാൻ തുടങ്ങി. സ്വപ്നമായാലും നീ എന്നെ രാക്ഷസനായിട്ടല്ലേ കണ്ടത്? ഹരിക്കെന്തോ കുഞ്ഞു തന്നെ രാക്ഷസനായി കണ്ടതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ നോക്കിയെന്നില്ലെങ്കിലും കുനിഞ്ഞു നിന്ന് ചിരിക്കുന്ന ഒരുവളുടെ ചിരിയും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. ഷോറി, ഗുഡ് ബോയ്സ് ഷോറി പറഞ്ഞ പെണങ്ങൂല. ഹരിയുടെ മുഖം മാറുന്നില്ലെന്ന് കണ്ട് പെണ്ണ് 2 കവിളിലും ഉമ്മ കൊടുത്തുകൊണ്ട് പിന്നെയും കൊഞ്ചുവാണ്. ഉവ്വ, സ്വപ്നത്തിൽ എന്നെ രാക്ഷസനായും അവളുടെ കണ്ണിനെ രാജകുമാരിയെ കണ്ടിട്ട് പെണ്ണിന്റെ ഒരു സോപ്പ്. ഹരിയുടെ മുഖം വീർത്തു തന്നെ ഇരുന്നു. അരി,
ഹരിയുടെ മുഖം മാറുന്നില്ലെന്ന് കണ്ട് കുഞ്ഞിപ്പെണ്ണിന് സങ്കടം വരാൻ തുടങ്ങി. അത് അവളുടെ വിളിയിൽ മനസ്സിലായ മണിക്കുട്ടി ഓടി അച്ഛന്റെയും മോളുടെയും അരികിലെത്തി. ഒന്നുമില്ല പൊന്നേ, അമ്മയുടെ കുഞ്ഞ് താഴെ ഇറങ്ങി വേഗം പോയി ബ്രഷ് എടുത്തോണ്ട് വന്നേ. നമുക്ക് ഈ ടീ ബ്രഷ് ചെയ്തിട്ട് ബൂസ്റ്റ് കുടിക്കാം. അവള് കുഞ്ഞിപ്പെണ്ണിനെ ഇത്തിരി ബലത്തിൽ അവന്റെ ദേഹത്തു നിന്നും ഇറക്കി വിട്ടു. അപ്പോഴും മോളുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു. ഷോറി അരി, ഇനിയിപ്പോ സ്വപ്നം കാണുമ്പം അരിനെ നാം ഗുഡ് രാക്ഷസനായി കാണാം. കണ്ണുനെ ഇപ്പറും 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 ഒക്കെ ഉമ്മ കൊടുക്കുന്ന ഗുഡ് രാക്ഷസനായി. ഓക്കേ? അവൾ അങ്ങനെ ചോദിച്ചതും ഹരി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. അവന്റെ ആ ചിരി കണ്ടതും കുഞ്ഞിപ്പെണ്ണ് പിടഞ്ഞിറങ്ങി അകത്തേക്കോടി. അതേസമയം അവളുടെ അവസാന പാചകത്തിൽ ഒന്ന് പതറിയെങ്കിലും മണിക്കുട്ടിക്ക് അവള് പിന്നെയും അവനെ രാക്ഷസനെന്ന് വിളിച്ചത് കേട്ട് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പെണ്ണ് വേഗത്തിൽ ഓടിപ്പോകുന്ന നോക്കി തിരിയുന്നവൾ കാണുന്നത് അവനെ നോക്കി കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നവളെയാണ്. പിന്നെ ഒരു നിമിഷം വേണ്ടി വന്നില്ല. ഒരൊറ്റ പിടുത്തത്തിൽ പെണ്ണ് കറങ്ങി വന്ന് തട്ടി നിന്നത് അവന്റെ ആ നെഞ്ചിലേക്കായിരുന്നു. എന്താടി, ഇപ്പൊ നിനക്ക് ചിരിക്കണ്ടേ? അവളുടെ ചെവിയുടെ അരികിലേക്ക് ചെന്ന് ഇത്തിരി അമർത്തിക്കൊണ്ട് ഹരി ചോദിച്ചതും കുറച്ചു മുന്നേ ഇവന്റെ അടുക്കൽ നിന്നും ദൂരെ നിന്ന താൻ എങ്ങനെ ഇപ്പോ ഇവന്റെ കൈക്കുള്ളിലായി എന്ന പകപ്പായിരുന്നു അവളുടെ മുഖമാകെ. എന്താടി അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്? ഇപ്പൊ നിനക്ക് ചിരിക്കണ്ടേന്ന് അവളുടെ ഉണ്ടക്കവളിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചതും പെണ്ണ് ഞെട്ടിയ പോലെ അവനെ നോക്കിക്കൊണ്ട് ആ പിടുത്തത്തിൽ നിന്നും അയാനെന്ന പോലെ അവന്റെ ഇടത് കൈയിൽ കിടന്ന് പിടച്ചു. നീ എത്രയൊക്കെ കിടന്നു പിടഞ്ഞാലും ഞാൻ വിചാരിക്കണം ഈ പിടുത്തം അയയണമെങ്കിൽ. ഇടുപ്പിലൂടെ ചുറ്റിയ കൈ വാശിയിൽ അവൻ ഇത്തിരി കൂടി ബലത്തിൽ അമർത്തിയതും അവളുടെ നെഞ്ച് വന്നവന്റെ നെഞ്ചിൽ മുട്ടി നിന്നു. ഒരു നിമിഷം ശരീരമാകെ പടർന്ന വിറയലിൽ മണിക്കുട്ടി ഇരു കണ്ണുകളും ഇറുക്കിയടച്ചു. അതേസമയം അവളുടെ മൃദുലത വന്ന് നെഞ്ചിൽ തട്ടിയ നേരം തന്റെ ശരീരമാകെ പടർന്ന വേവിനെ ഒളിപ്പിക്കാൻ ഹരിക്കും കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിന്റെ പറച്ചിൽ കേട്ട് തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നവളെ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒപ്പം കുഞ്ഞിപ്പെണ്ണ് രാക്ഷസനെന്ന് വിളിച്ചപ്പോ അവളും തന്റെ മുഖത്ത് നോക്കി രാക്ഷസനെന്ന് ചുണ്ടനക്കുന്നത് താൻ കണ്ടിരുന്നു. അങ്ങനെ ആകെ വല്ലാത്തൊരു മൂഡിൽ നിന്നപ്പോൾ ഒറ്റപ്പിടുത്തത്തിൽ അവളെ പിടിച്ചെങ്കിലും അതിങ്ങനെ ശരീരം ഉരസുമാറ് തൊട്ടു തലോടി പോകുമെന്ന് അപ്പോ ഓർത്തില്ല. ഹരിയുടെ കൽ മെല്ലെ അയഞ്ഞു. ആ നേരം വരെ ശ്വാസം പിടിച്ചു നിന്നവൾ വേഗത്തിലാണ് പിന്നിലേക്ക് മാറി അവനെ നോക്കാതെ പാദത്തിലേക്ക് ചാരി തിരിഞ്ഞു നിന്നത്. അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിന്നപ്പോൾ ശ്വാസം പിടിച്ചു നിന്നവൾ ആയത്തിൽ ശ്വാസമെടുക്കാൻ തുടങ്ങിയതും ഹരിയുടെ നോട്ടം എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളിൽ പിന്നെയും പിന്നെയും പോയി തറഞ്ഞു നിന്നു. ഒരു തരം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ. ഓരോ വെട്ടവും ആഞ്ഞാഞ്ഞ് ശ്വാസമെടുക്കുമ്പോൾ ഉയർന്നു താഴുന്ന നെഞ്ചിലേക്ക് പിന്നെയും പിന്നെയും പാഞ്ഞു പോകുന്ന കണ്ണുകളെ എത്ര ശാസിച്ചു നിർത്തിയിട്ടും അവയെന്തോ അവനെ കേൾക്കാൻ കൂട്ടാക്കാത്ത പോലെയായിരുന്നു. ഹരിക്ക് എന്തോ സ്വയം വല്ലാത്തൊരു നാണക്കേടും ചമ്മലുമൊക്കെ തോന്നി തുടങ്ങി. അതേസമയം തൊട്ടു പിന്നിൽ അവൻ നിൽക്കുന്നുണ്ടെന്നുള്ള പരവേശത്തിൽ നിന്ന് കരകയറാൻ ആ നിമിഷം അവൾക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ നേരത്താണ് കുഞ്ഞിപ്പെണ്ണ് പിന്നെ ഓടി വരുന്നത്. കണ്ണു, എന്റെ ബസ് കാക്ക കൊണ്ടുപോയി, എനിക്ക് പുതിയത് വേണം. പുറത്തേക്ക് പോയ കുഞ്ഞിപ്പെണ്ണ് ഒച്ചപ്പാടെടുത്തുകൊണ്ട് പിന്നെയും അടുക്കളയിലേക്ക് വരും നേരം വരെ ഹരിയുടെ കണ്ണുകൾ തെന്നിയും തെറ്റിയും അവളിൽ തന്നെയായിരുന്നു. പൂവിന്റെ വിളി കേട്ടതും ഹരി പെട്ടെന്ന് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ അങ്ങനെ പോയി എന്ന് കണ്ടപ്പോഴാണ് മണിക്കുട്ടി പിന്നെ തിരിയുന്നത്. കണ്ണു, നിന്റെ ബെസ്. ബാക്കി എന്തെങ്കിലും പറയും മുന്നേ തന്നെ മണിക്കുട്ടി കുഞ്ഞി പെണ്ണിനെ ഒക്കത്തേക്കെടുത്തു. എടി കള്ളിപ്പാത്തു, ഇന്നലെ അച്ഛൻ നിനക്ക് പുതിയ ബ്രഷ് വാങ്ങിച്ചു കൊണ്ടുവന്നത് കണ്ടതുകൊണ്ടല്ലേ ഇന്ന് നിന്റെ പഴയ ബ്രഷ് കാക്ക എടുത്തുകൊണ്ട് പോയത്? ആ കുഞ്ഞി കണ്ണിലേക്ക് നോക്കി മണിക്കുട്ടി ഇത്തിരി കടുപ്പത്തിൽ ചോദിച്ചതും, നോ കണ്ണു, സത്യം, അത് മദ കാക്ക ബേബി കാക്ക കുഞ്ഞിന് ബ്രഷ് ചെയ്യാൻ എടുത്തോണ്ട് പോയതാ. വളരെ കാര്യത്തിൽ പറയുന്നവളെ കേട്ടതും അത്രയും നേരം പിടിച്ചു വെച്ച കടുപ്പം അറിയാതെ മണിക്കുട്ടിയിൽ നിന്നും അകന്നുപോയി. ഓ, അങ്ങനാണോ? ഇതാര് പറഞ്ഞു? അവളെ എടുത്ത് പുറത്തേക്ക് പോകും വഴി ചിരിച്ചുകൊണ്ടായിരുന്നു മണിക്കുട്ടിയുടെ ചോദ്യം. മദക്കാക്ക പറഞ്ഞു കണ്ണു, എന്നോട് വന്ന് ചോദിച്ചു ബേബി കാക്കയ്ക്ക് ബെഷ് ഏത്തോട്ടേന്ന്. നാ ഓക്കെ പറഞ്ഞു. പൂ ഗുഡ് ഗേൾ അല്ലേ കണ്ണു? പിന്നെ എന്റെ പൊന്ന് സൂപ്പർ അല്ലേ? ഇത്രയും പരോപകാരിയായ ഒരു കുഞ്ഞിനെ വേറെ ആർക്ക് കിട്ടും? അലക്ക് കല്ലിലേക്ക് അവളെ നിർത്തും വഴി കാര്യത്തോടെ തന്നോട് കഥ പറഞ്ഞു നിൽക്കുന്ന കുഞ്ഞിനോടായി
മണിക്കുട്ടി ഒരാക്കലോടെ പറഞ്ഞുകൊണ്ട് തലയാട്ടി കൊടുത്തു. ഇതിനിടയിൽ ആശാട്ടി വലിച്ചെറിഞ്ഞ പഴയ ബ്രഷ് വാഴച്ചോട്ടിൽ കിടക്കുന്നത് മണിക്കുട്ടി കാണുകയും ചെയ്തു. ആ, അല്ലേലും നാം ഗുഡ് ഗേളാ. അവൾ പൊട്ടിച്ചു കൊടുത്ത പുതിയ ബ്രഷ് കണ്ട് സന്തോഷത്തോടെ കുഞ്ഞിപ്പെണ്ണ് കൈകൊട്ടുന്ന കണ്ടതും മണിക്കുട്ടി അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി അമർത്തി ഉമ്മ കൊടുത്തു. അകത്തെ മുറിയിൽ നിന്ന് ഈ കാഴ്ച കണ്ട ഹരിയുടെ കണ്ണ് നിറയുന്നതിനൊപ്പം തന്നെ ഹൃദയം വല്ലാതെ സന്തോഷിച്ചു. അങ്ങനെ പെണ്ണിനെ പല്ലും തേപ്പിച്ച് പാലും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന നേരമാണ് ഹരി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ് ഇട്ട് വരുന്നത് കണ്ടത്. അല്പം മുന്നേ പോലും അവനെ ഓർക്കുമ്പോഴുണ്ടായ ചമ്മല് കൊണ്ട് അവന്റെ മുന്നിലേക്ക് പോകാതെ നിന്നവൾ ആ കാഴ്ച കണ്ടതും കുഞ്ഞിപ്പെണ്ണിനെ കസേരയിലേക്ക് ഇരുത്തി വേഗം ഹരിയുടെ അടുത്തേക്ക് ചെന്നു. പൊന്നിന്റെ അച്ഛൻ എവിടെ പോകുക? അവളുടെ ആ ചോദ്യം കേട്ടതും അവന്റെ കണ്ണൊന്നും മിഴിഞ്ഞു. നോക്കിക്കൊണ്ട് നിൽക്കാനല്ല നന്ദേട്ടനോട് ചോദിച്ചത്. പൊന്നിന്റെ അച്ഛനെന്ന് വിളിച്ചവൾ ദേഷ്യം വന്നപ്പോൾ നന്ദേട്ടൻ നാക്കിയതിന്റെ ഒരു തലയാട്ടൽ അവൻ ആ തലയൊന്ന് കുടഞ്ഞു. നന്ദേട്ടാ, എന്നും സ്കൂളിലേക്കല്ലേ കണ്ണേ ഞാൻ പോകുന്നത്, പിന്നെന്തിനാ ഇപ്പോ ഈ ചോദ്യം? ഇത്തിരി മുന്നേ വരെ അവനിൽ ചുറ്റി നിന്നിരുന്ന ചമ്മലും പോയിക്കൊണ്ടായിരുന്നു അവന്റെ ആ മറുപടി. ഈ വയ്യാത്ത കൈയും വെച്ചിട്ടാണോ നന്ദേട്ടൻ ഇനിയിപ്പോ കുട്ടികളെ പഠിക്കാൻ പോണത്? ചുവന്നു കിടക്കുന്ന അവന്റെ കൈപ്പത്തി കയ്യിലേക്ക് എടുത്തുകൊണ്ട് പെണ്ണ് ദേഷ്യത്തിൽ ചോദിച്ചതും ഒരു നിമിഷം ഹരിയുടെ കണ്ണുകൾ അവളുടെ ദേഷ്യം നിറഞ്ഞ മുഖത്ത് കുടുങ്ങിപ്പോയി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.